തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പ്രതീക്ഷ പങ്കുവയ്ക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ശബരിമല സ്വർണ്ണക്കൊള്ള CPM നേതൃത്വത്തിന്റെ അറിവോടെയെന്ന് അദ്ദേഹം ആവർത്തിക്കുന്നു. പ്രതിപക്ഷ നേതാവുമായി ക്രിസ്റ്റ്യൻ ചുരിയാൻ സംസാരിച്ചു. അതിലേക്കാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ നിൽക്കുന്നത് നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെ പറവൂരിലുള്ള ഓഫീസിലാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പിലുള്ള ഒരു സെമി ഫൈനൽ അല്ലെങ്കിൽ ഒരു ലിറ്റ്മസ് ടെസ്റ്റ് എന്നൊക്കെയാണ് വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവ് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ കാണുന്നത് നമുക്കൊന്ന് ചോദിച്ചറിയാം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ജനങ്ങൾ അവരുടെ മനസ്സിൽ പിൻ പോയിന്റ് ആക്കി വെച്ച് അവരെ വോട്ട് കുത്തുമ്പോൾ അങ്ങനെ ചെയ്യാൻ സാധ്യതയുള്ള വിഷയങ്ങൾ എന്തൊക്കെയായിരിക്കും? ഒന്നാമത്തെ, ഇവര് കൊള്ളക്കാരാണെന്നുള്ളൊരു ഫീലിംഗ് വന്നു. ഇവരൊരു ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമാണെന്ന് പറഞ്ഞിരുന്നത് ഇപ്പോൾ CPM നേതാക്കന്മാർ ഘോഷയാത്രയായിട്ട് ജയിലിലേക്ക് പോവുകയാണ്. അടുത്ത പഴയ മന്ത്രിയെ ചോദ്യം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ ഉത്തരവാദിത്വത്തിൽ അവരുടെ അറിവോടുകൂടി ശബരിമലയിലെ ധർമ്മശാസ്താവിൻ്റെ ശ്രീകോവിലിൻ്റെ വാതിലും കട്ടളയും ദ്വാരപാലക ശില്പവും വരെ അടിച്ചു മാറ്റിയ ആളുകളാണ്. ഇവർ കൊള്ളക്കാരാണ്. സാധാരണക്കാരൊന്നും ചെയ്യാത്ത കൊള്ളയാണ് ഇവർ ചെയ്യുന്നത്. എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ് പണം കിട്ടിയാൽ എന്നൊരു ധാരണ വന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കടകംപള്ളി സുരേന്ദ്രന് ആത്മബന്ധം ഉണ്ടായിരുന്നു. ഇപ്പോൾ ക്ലിയർ ആണല്ലോ. ഞാൻ പറഞ്ഞപ്പോഴാണ് എനിക്കെതിരെ കേസ് കൊടുത്തത്. ഇപ്പോൾ ക്ലിയർ ആയില്ലേ? ഇപ്പം ഇവരുടെയൊക്കെ മൊഴി വന്നില്ലേ? വാസുവിൻ്റെ മൊഴി വന്നു, പത്മകുമാറിൻ്റെ മൊഴി വന്നു. കടകംപള്ളിക്ക് അറിയാമായിരുന്നു. കടകംപള്ളിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഞാൻ കോടതിയിൽ നേരിട്ടോളാം എന്ന് പറഞ്ഞത്. അപ്പോൾ കടകംപള്ളി ആദ്യം ഗവൺമെൻറ്റിനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അപ്രോച്ച് ചെയ്തത്. കടകംപള്ളി വഴി കടകംപള്ളി പറഞ്ഞിട്ടാണ് കത്ത് കൊടുത്തത്. ആ കത്തിൽ നിന്നാണ് സ്വർണ്ണക്കൊള്ളയുടെ തുടക്കം. ലോക്കൽ ബോഡിയിലേക്ക് കഴിഞ്ഞ 4.5 കൊല്ലക്കാലം നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും മേൽക്കൈ നമുക്ക് UDF കിട്ടി. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, ഒന്ന്, ഗവൺമെന്റിനെ ജനങ്ങൾ വെറുക്കുന്നു. കേരളത്തിലെ ജനങ്ങൾ, സാധാരണക്കാരായ ജനങ്ങൾക്ക് അവർക്ക് പ്രതിഷേധിക്കാൻ കിട്ടുന്നൊരു അവസരമാണ് വോട്ടവകാശം. അപ്പോൾ അവർ ഉറപ്പായിട്ട് പ്രതിഷേധിക്കും. ഇവിടെ UDF ഒരുമിച്ചാണ് നിൽക്കുന്നത്, കോൺഗ്രസ് ഒരുമിച്ചാണ് നിൽക്കുന്നത്, നേതാക്കളെല്ലാം ഒരുമിച്ചാണ് നിൽക്കുന്നത്. ഒരുപക്ഷെ ഞാൻ കരുതുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച വിജയം എറണാകുളത്ത് നിന്നായിരിക്കും. ഏറ്റവും മികച്ച വിജയം UDF-നുണ്ടാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.